യേശുവിൽ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നല്ലൊരു ദിവസം ആശംസിക്കുക. നാം ഇന്ന് ധ്യാനിക്കുന്ന വാഗ്ദത്ത വചനഭാഗം എനിക്ക് സൗഖ്യവും വിടുതലും തരുന്ന കർത്താവ്, ആ തമ്പുരാൻ്റെ വാഗ്ദത്തമാണ് ഈ പ്രഭാതത്തിൽ ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്ന വചനഭാഗം. അതിതാണ് ആ വചനഭാഗം. സങ്കീർത്തനം 107:20. മറക്കരുത്, സങ്കീർത്തനം 107:20. വചനഭാഗം ഇങ്ങനെയാണ്: അവൻ തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി, അവരുടെ നാശത്തിൽ നിന്നും അവരെ വിടുവിച്ചു. അച്ചൊന്നോടെ വചനഭാഗം വായിക്കാം. അതായത് അവൻ, ദൈവം, തൻ്റെ വചനം അയച്ച് സുഖപ്പെടുത്തുന്ന കർത്താവ്. രണ്ടാമത്, അവരുടെ നാശത്തിൽ നിന്നും അവരെ വിടുവിച്ചു. പ്രിയമുള്ളവരെ, സൗഖ്യവും വിടുതലും തരുന്നു. എങ്ങനെയാ? അവൻ്റെ വചനം അയച്ച്. വചനം അയച്ചെന്ന് പറയുമ്പോൾ അവൻ തന്നെയാണ്. വചനമാണ് മാംസം ധരിച്ചത്. അപ്പോൾ വചനം അയച്ചെന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ് സൗഖ്യവും വിടുതലും തരുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം തമ്പുരാൻ്റെ ചോദിച്ചുകൊണ്ട് വിടുതലും സൗഖ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത് ഒന്ന് ചിന്തിച്ച്, ദൈവം തൻ്റെ ശക്തമായ വചനം ഉപയോഗിച്ച് വിടുവിക്കുക. അതാർക്കാ കിട്ടുന്നത്? തന്നോട് നിലവിളിക്കുന്ന ദുരിതത്തിലായവർക്ക് ശാരീരികവും ആത്മീയവും വൈകാരികമായ രോഗശാന്തിയും വിടുതലും തരുന്നു. അതാണ് പ്രത്യേകത. ആരാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്? ആരാണ് ദൈവത്തെ വിളിച്ച് കരയുന്നത്? അങ്ങനെയുള്ളവരെ, അവർ ഏത് അവസ്ഥയിലാണോ, ദുരിതത്തിലോ ദുഃഖത്തിലോ വേദനയിലോ രോഗത്തിലോ ബന്ധനത്തിലോ അടിമത്തത്തിലോ ആസക്തിയാൽ കലുഷമായ ഒരു ജീവിതമാണെങ്കിലും, ആ ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ എൻ്റെ കർത്താവിനെ നോക്കി വിളിച്ചാൽ സമഗ്രമായ ഒരു വിടുതൽ തരും, സമഗ്രമായ ഒരു സൗഖ്യം തരും. ആത്മീയവും ശാരീരികവും മാനസികമായ ഒന്നാണെന്ന് കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ പറയുന്നു. തമ്പുരാൻ്റെ വാഗ്ദത്ത വചനത്തിൽ പറയുന്നു. ഈ തരത്തിലുള്ള ഒന്ന് നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മെ വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ ദിവ്യമായ ശക്തി ഒരു ഉപകരണമാണ്. ഇത് വെറും വാക്കല്ല, മറിച്ച് രോഗശാന്തിക്കുള്ള ദൈവത്തിൻ്റെ വലിയൊരു പ്രകാശനമാണ്, പ്രകടനമാണ്, പ്രവൃത്തിയാണ്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം ശക്തിയാണ്. ആ വചനം പാറമേലടിക്കുന്ന കൂടമാണ്. എന്താ അർത്ഥമാക്കുന്നത്? പാറ പോലെ ഉറച്ച എൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങളും തകർച്ചകളും അടിമത്തങ്ങളെല്ലാം ദൈവം വചനമയച്ച് അടിച്ച് തകർക്കുന്ന പോലെ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ സമഗ്രമായ മേഖലകൾ ദൈവത്തിൽ നിന്നും ശക്തിയും അനുഗ്രഹവും അഭിഷേകം സ്വീകരിക്കാൻ സാധിക്കണം. മറക്കരുത്, രോഗശാന്തി വിടുതൽ എല്ലാം തന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഇത് വാഗ്ദത്ത കൂടാരം. സമർപ്പിച്ചോളൂ. നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ തമ്പുരാൻ ഇടപെടണം എന്ന് നീ ആഗ്രഹിക്കുന്നു, അതെല്ലാം സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിനക്ക് സൗഖ്യം തരട്ടെ, വിടുതൽ തരട്ടെ. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അനുഭവിക്കുന്ന ഒരു ദിവസമായി ഈ ദിവസം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.